കാസർഗോഡ് മംഗൽപാടി കുക്കാർ ഗവൺമെന്റ് സ്കൂളിൽ റാഗിംഗ്. വിദ്യാർത്ഥിക്ക് ക്രൂരമായി മർദ്ദനമേറ്റു. സീനിയർ വിദ്യാർത്ഥികളാണ് മർദ്ദിച്ചത്. കണ്ണിന് പരിക്കേറ്റ വിദ്യാർത്ഥിയെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സ്കൂളിൽ നിന്ന് ഭക്ഷണം വാങ്ങാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്ക് ഇവനോട് ലൈനിൽ നോക്കി അങ്ങോട്ടേക്ക്. അപ്പോഴേക്കും അങ്ങോട്ട് നിന്നിട്ട് അതിൽ ഭക്ഷണം വാങ്ങി വന്ന് വെച്ച് മരത്തിനടി ഇരുന്നിട്ടുണ്ടായിരുന്നു സമയത്ത്. അപ്പം വന്നിട്ട് അമ്മ ചോദിച്ച് എന്താ ഞാൻ ഇപ്പോൾ ചെല്ലുമ്പോൾ ലൈനിൽ നിൽക്കാത്ത എന്ന രീതി എൻ്റെ കണ്ണക്കുട്ടിക്ക് അടിച്ചു. മൂക്കിൽ ചോരയും വന്ന് കണ്ണിലേക്ക് ഇതായി കണ്ണിന് അബദ്ധം പറ്റിക്കും. ഭയങ്കര പരിക്കുണ്ട് കണ്ണക്ക്. എന്നിട്ട് മാഷന്മാർ ഗവൺമെൻറ്റിലെ കൊണ്ടേ പിന്നെ അവിടെ നിന്ന് ഊർക്കൊണ്ടേ ബന്ധിയോടെ കൊണ്ടുപോയി. ബന്ധിയോടെ കൊണ്ടുപോയി ഡോക്ടറുടെ സ്റ്റേറ്റ്മെൻറ്റെല്ലാം ആക്കിയതിൻ്റെ ശേഷം ഡോക്ടറിൽ ഇങ്ങനെ കാസർഗോഡ് കൊണ്ടുപോയി കണ്ണിനെ കാണിക്കണം, കണ്ണിക്ക് നല്ല പരിക്കുണ്ട് എല്ലാം പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ ഭയത്തിലേക്കല്ലി ഞങ്ങൾ അവരുടെ പേരൻസ് വന്നിട്ടുണ്ട് സ്കൂളിൽ ഇങ്ങനെ പറഞ്ഞതില്ല. അങ്ങനെ ഞങ്ങൾ സ്കൂളിലേക്ക് പോയിട്ട് ആകുമ്പോൾക്ക് ഇവരെന്താക്കി ഓരെ പറഞ്ഞു വിട്ട് 10 ദിവസത്തേക്ക് ഇങ്ങനെ പറഞ്ഞ സ്കൂളിലേക്ക് കുട്ടീനെ ഞങ്ങൾ പറഞ്ഞു വെച്ച് 10 ദിവസത്തേക്ക് പരീക്ഷ എഴുതണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പോൾ ഞങ്ങളുടെ അടുക്ക് എന്താക്കാൻ വന്നത്? അപ്പോൾ ഞങ്ങൾക്ക് ഒരു പരിഹാരം കാണണ്ടേ? അപ്പോൾ ഇത് ചെലവ് ചെയ്യണ്ടേ? ആര് ചെയ്യുന്നത്? ഷെഫീഖ് നസ്രുള്ള ചേർന്നുകൊണ്ട് കാസർഗോഡ് നിന്ന്. ഷെഫീഖ്, എന്തിനായിരുന്നു മർദ്ദനം? കുട്ടിക്ക് പരിക്കുകൾ ഗുരുതരമാണോ? കേസെടുത്തിട്ടുണ്ടോ പോലീസ്? മംഗൽപാടി കുക്കാർ ഗവൺമെന്റ് ഹൈസ്കൂളിലെ 9ാം തരം വിദ്യാർത്ഥിയാണ് മുഹമ്മദ് ബിഷറാൻ. ഇന്ന് ഉച്ചക്ക് ഉച്ചഭക്ഷണത്തിനായി ക്യൂ നിൽക്കുന്ന സമയത്ത് ഭക്ഷണം കഴിക്കുന്നതിനിടയിലാണ് ഇങ്ങനെ 10ാം ക്ലാസ് വിദ്യാർത്ഥി സീനിയർ വിദ്യാർത്ഥികൾ എത്തി പ്രശ്നം തുടങ്ങിയത്. ഭക്ഷണത്തിന് ശേഷം മർദ്ദിച്ചു എന്നാണ് പറയുന്നത്. ഈ സംഭവത്തിൽ ഈ ആരോപണ വിധേയനായ മർദ്ദിച്ച വിദ്യാർത്ഥിയെ സ്കൂൾ ഒരാഴ്ചത്തേക്ക് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ രക്ഷിതാവ് പറയുന്നത് കടുത്ത നടപടി സ്വീകരിക്കണം എന്നതാണ്. കണ്ണിന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. കാസർഗോഡ് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. ഈ ആക്രമിച്ച വിദ്യാർത്ഥിക്കെതിരെ കടുത്ത നടപടി ആവശ്യപ്പെട്ട് സ്കൂൾ അധികൃതരോട് സംസാരിച്ചിരുന്നു. പക്ഷേ അവർ സസ്പെൻഷനിൽ ഒതുക്കി കൂടുതൽ കടുത്ത നടപടിയിലേക്ക് കടന്നില്ല എന്നാണ് ഈ രക്ഷിതാവ് പറയുന്നത്. ഇപ്പോൾ മഞ്ചേശ്വരം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. മഞ്ചേശ്വരം പോലീസ് സംഭവത്തിൽ കേസെടുത്ത് അന്വേഷിക്കും. അതിന്റെ പ്രാഥമികമായ വിവരശേഖരണമാണ് പോലീസ് ഇപ്പോൾ നടത്തുന്നത്.